നമസ്കാരം. നമുക്കിന്ന് ചൊവ്വയെ മനസ്സിലാക്കാം. ആത്മകാരക ഗ്രഹത്തിനെ അതെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് ചൊവ്വയുടെ ഒരു സ്ഥാനം എന്താണ് അവിടെ, അതിനെപ്പറ്റി കുറച്ചൊക്കെ ഒരു ഐഡിയ തരാൻ ശ്രമിക്കാം. ഇവിടെ ഈ ഒരു ചൊവ്വ 1-ാം ഭാവത്തിൻ്റെയും അഷ്ടമ ഭാവത്തിൻ്റെയും അധിപനാണെന്ന് നമുക്കറിയാം. മേടം എന്ന ഒരു രാശി വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു തുടക്കത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ആരംഭം എന്ന് പറയാം. അതുപോലെ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുമ്പോഴും, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും, അതുപോലെ നമ്മുടെ ഒരു ആരോഗ്യമാണെങ്കിലും, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും, നമ്മുടെ ഒരു ഉശിരാണെങ്കിലും, ധൈര്യമാണെങ്കിലും, അതെല്ലാം ആ ഒരു 1-ാം ഭാവമായ ഒരു ചൊവ്വയുടെ പ്രത്യേകതയാണ്. അഗ്നിതത്വമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അതേപോലെ ഈ ഒരു ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള മറ്റൊരു രാശിയാണ് വൃശ്ചികം എന്നത്. വൃശ്ചികം എന്നത് അഷ്ടമഭാവമാണ്. അതാണെങ്കിൽ ഒരു പാതാളം പോലെയാണ്. അവിടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വാട്ടർ സോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജലസ്രോതസ്സിൻ്റെ അതുപോലെ നിഗൂഢതയുടെ ഒരു ഉറവിടമാണെന്ന് പറയാം. അവിടെ കേതുവിനും പ്രാധാന്യമുണ്ട് ആ ഒരു വൃശ്ചികത്തിൽ. അപ്പോൾ ചൊവ്വയ്ക്ക് 2 റോളുകളുണ്ട് നമ്മുടെ ജാതകത്തിൽ. എന്തും തുടങ്ങാനുള്ള, അതുപോലെ ഒരു ജീവൻ ഒരുപാട് യോനികളിലൂടെ ഒരു ആത്മാവ് കടന്നു വന്ന് ഒരു മനുഷ്യജന്മത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മേടമാണ് അത് ആദ്യമായിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് നമുക്ക് മേടം ലഗ്നക്കാരെ ഒബ്സർവ് ചെയ്താലും, ഒരു പരിധിവരെ മേടം രാശിക്കാരെ ഒബ്സർവ് ചെയ്താലും, അതുപോലെ ആത്മകാരക ഗ്രഹം മേടത്തിലുണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ഒരു ഇൻഡെപ്ത് ഒരു നോളജ് അവർ ക്യാരി ചെയ്യുന്നില്ല എന്നത്. തീർച്ചയായിട്ടും ജാതകത്തിലെ മുഴുവൻ ഗ്രഹങ്ങളുടെയും സ്വാധീനം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ഒരാളുടെ ജാതകം മേടം ലഗ്നമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മീനം രാശിയിലാണ് ചന്ദ്രൻ ആത്മകാരക ഗ്രഹമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പക്ഷെ ജനറലി പറയുകയാണ്, ആ മേടം എന്നത് തുടക്കമാണ്. ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരവസ്ഥ, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഒരവസ്ഥ പോലെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ചൊവ്വയുടെ റോളിനെ പറ്റി പറയുമ്പോൾ ആ ഒരു അഷ്ടമഭാവം എന്നത് മൃത്യു കൂടിയാണ്, മാറ്റമാണ്, ട്രാൻസ്ഫർമേഷനാണ്. ഒരാൾക്ക് ആ ഒരു ജന്മം അവസാനിച്ചിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ആത്മാവ് ആ ഒരു ശരീരം ഉപേക്ഷിക്കണം എങ്കിൽ അവിടെ ഈ ഒരു കേതുവിൻ്റെ റോളുണ്ട്. ആ ഒരു വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു റൂളറാണെന്ന് പറയാം. ആ കേതുവിൻ്റെ ഒരു റോൾ കൂടിയുണ്ട് അവിടെ. അപ്പോൾ ചൊവ്വ അങ്ങനെ ഒരു ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് വൃശ്ചികത്തിൻ്റേത്. അതായത് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു വലിയ മാറ്റം തരുന്നത്. അതായത് നമുക്ക് മോക്ഷത്തിലേക്കാണെങ്കിലും മുക്തിയിലേക്കാണെങ്കിലും, അതുപോലെ വീണ്ടും വീണ്ടും ഭഗവാന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു കൃഷ്ണഭക്തൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. അനേകം ജന്മങ്ങളിലും ഭഗവാന്റെ നാമങ്ങൾ എൻ്റെ ചുണ്ടിലുണ്ടാകണമേ, ഭഗവാന്റെ സ്മരണകൾ ഉണ്ടാകണേ. അതുകൊണ്ടാണ് എപ്പോഴും കൃഷ്ണഭക്തർ പറയുന്നത് ഭഗവത് സ്മരണ ഉണ്ടാകണേ എന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും മരണം എന്നത് സംഭവിക്കേണ്ടതാണ്. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ മുന്നോട്ടുള്ള ഒരു ഗതിയുള്ളൂ. അപ്പോൾ അഷ്ടമഭാവത്തിന് ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. അപ്പോൾ ചൊവ്വയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആകുന്നത്, നമ്മളെ അങ്ങനെ ആക്കുന്നത് ചൊവ്വയാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ചൊവ്വയ്ക്ക് നല്ല ബലമുണ്ടെങ്കിലാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ലഗ്നാധിപൻ അത്ര ബലമില്ലായിരിക്കാം, നിങ്ങളുടെ ചന്ദ്രരാശിക്കും അത്ര വലിയ ബലമില്ലായിരിക്കാം, എന്നാലും ജാതകത്തിൽ ചൊവ്വ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ചൊവ്വയുടെ നെഗറ്റീവ് വശം എന്നത് വേണ്ടാത്ത ക്രോധമാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യങ്ങൾ, അതാണ് ആ ഒരു എടുത്തുചാട്ടമാണ്. യഥാർത്ഥത്തിൽ ചൊവ്വ നല്ലതാണെങ്കിൽ അത് ആത്മകാരക ഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം ആത്മാവ് വന്നിരിക്കുന്നത്, ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത്, അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നൊരു കാര്യം, ഈ ഒരു ശരീരത്തെ കൊണ്ട് ആക്ഷൻ ചെയ്യിക്കണമെങ്കിൽ അതിന് നല്ലൊരു ചൊവ്വ കൂടി വേണം. ലഗ്നാധിപൻ വേണം, എന്നാലും ചൊവ്വയ്ക്ക് വലിയൊരു പ്രാധാന്യമാണ്. ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ശരീരമാണ് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. നിങ്ങളുടെ ലഗ്നഭാവമാണ് ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ചെല്ലേണ്ടത്. അപ്പോൾ ആ ശരീരം ജന്മമെടുക്കുന്നത് ഒരു പ്രത്യേക ദേശത്ത്, ഒരു പ്രത്യേക കാലത്ത്, ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക ഫാമിലിയിലായിരിക്കാം. നമുക്ക് തന്നെ അറിയാം, ഒരുപക്ഷെ നാട്ടിൽ ജനിച്ചു വളർന്ന സാധാരണയായിട്ടുള്ള ഒരു ദമ്പതികൾ പെട്ടെന്ന് വിദേശത്ത് പോകുന്നു, അവിടെ വെച്ച് ഗർഭം ധരിക്കുന്നു, അവിടെ കുട്ടികളുണ്ടാകുന്നു. അപ്പോൾ ആ കുട്ടികൾ അവിടെ ജനിക്കാനുള്ളൊരു കാരണം എന്നത് ആ ഒരു ദേശകാല പാത്രം, ആ ആത്മാവ് അവർ വഴി ആ ഒരു ദേശത്ത് ആ ഒരു രീതിയിൽ ആണ് ജനിക്കാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവിടെ വന്ന് അവർ ജനിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ആത്മകാരക ഗ്രഹം എന്ത് ആഗ്രഹം കൊണ്ട് വന്നാലും, അതായത് നമ്മൾ കഴിഞ്ഞുപോയ ജന്മത്തിൽ നമുക്ക് മൃത്യു സംഭവിക്കുമ്പോൾ എന്തായിരുന്നു ആ ഒരു പൂർത്തിയാകാതെ വെച്ച കർമ്മം, എന്തായിരുന്നു ആ അവസാനത്തെ ആഗ്രഹം, അത് പൂർത്തിയാക്കാനായിട്ട് ആത്മാവ് വീണ്ടും ജനിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രിയുള്ള ആ ഒരു ഗ്രഹം ആണ് ആത്മകാരക ഗ്രഹത്തെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ രാഹുവിനെയും കേതുവിനെയും ആത്മകാരക ഗ്രഹങ്ങളായിട്ട് കാണാവുന്നതാണ്. കേതുവിനെ നമ്മൾ കണക്കാക്കേണ്ടത് അത് ഒരു സന്യാസിമാരുടെ കാര്യമൊക്കെ വരുമ്പോഴാണ്. ഒന്നിനോടും അടുപ്പമില്ല, ഒന്നും വേണ്ട, ഭൂമി, വാഹനം, പ്രോപ്പർട്ടി, സ്വത്ത്, ബന്ധുക്കൾ ഒന്നും വേണ്ട, ആ ഒരു ലെവലിലേക്ക് മാത്രം കേതുവിനെ എടുത്താൽ മതി. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ജാതകം പരിശോധിക്കാൻ വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഇടയിലൊന്നും ഈ കേതു പ്രോമിനൻ്റായിട്ട്, കേതു ഒരു ആത്മകാരക ഗ്രഹം എന്ന രീതിയിലെത്തിയ ആൾക്കാർ ഉണ്ടാകില്ല. അവരുടെ ലൈഫ് ചെറുപ്പം തൊട്ടേ വേറൊരു ലെവലായിരിക്കും. ചെറുപ്പം തൊട്ടേ അവർ ഒളിച്ചോടിപ്പോയി എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ ഒരു വിരക്തിയുടെ മോഡിലേക്ക്, അത് ഭക്തി എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ജനിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊന്നിനോടും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകില്ല, ഒന്നിലും അവർക്ക് സുഖവും ദുഃഖവും ഉണ്ടാകില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. അത് വളരെ റെയറാണ്. എന്നാലും രാഹു ആത്മകാരകനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ പിതൃക്കളുടെ കർമ്മങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ആത്മാവിന് സദ്ഗതി കിട്ടണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ജനറേഷൻ ആണെങ്കിൽ രാഹുവിനെ ആത്മകാരകനായിട്ട് എടുക്കണം. കാരണം നമ്മുടെ ഒരു കർമ്മങ്ങളെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അതിനെ എന്താ പറയുക, നമ്മുടെ പിതൃക്കൾ ചെയ്ത കർമ്മങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് രാഹു. നമ്മുടെ പിതൃക്കൾ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറി, അവരുടെ രീതികൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ഈ രാഹുവിനെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് രാഹു ആത്മകാരകനായിട്ട് എടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ജാതകം പരിശോധിക്കുമ്പോൾ അതൊന്നുകൂടി നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ആത്മകാരകനായിട്ടുള്ള രാഹു ചൊവ്വയുടെ തന്നെ രാശിയായ വൃശ്ചികത്തിലാണെങ്കിൽ പോലും ചൊവ്വ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സപ്പോർട്ട് തന്നെയാണ്. ഒരു ആത്മകാരകനായിട്ടുള്ള രാഹു വൃശ്ചികത്തിലിരുന്നത് പലതരം ഭോഗങ്ങൾ, രാഹു ആത്മകാരകനാകുമ്പോൾ ഒരുപാട് ഭോഗം ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് വൃശ്ചികത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ്, നിഗൂഢത തന്നെയാണ്. അതിലൊരു പക്ഷേ അതിൻ്റെ ഒരു വശമായിട്ട് ഇവർക്ക് നിഗൂഢശാസ്ത്രങ്ങളിലും മന്ത്രവാദം, തന്ത്രമന്ത്രങ്ങൾ, മറ്റു താന്ത്രിക് പ്രാക്ടീസസ്, ജ്യോതിഷവിദ്യ, സൈക്യാട്രി, അതായത് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റു റിസർച്ച് കാര്യങ്ങൾ, ഇതിലൊക്കെ താല്പര്യമുണ്ടാകുമെങ്കിലും ഇവരെപ്പറ്റി മറ്റാർക്കും അറിയാത്ത ഒരുപാട് വശങ്ങളും ഉണ്ടാകാം. ഇത് നെഗറ്റീവും പോസിറ്റീവും ആകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് നെഗറ്റീവായിട്ട് പോകാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നല്ല ബലവാനായിട്ടുള്ളൊരു ചൊവ്വ എന്നത് ഈ രാഹുവിനൊരു സപ്പോർട്ട് തന്നെയാണ്. കാര്യം രണ്ടുപേരും അത്ര നല്ല ടേംസിലുള്ള ഗ്രഹങ്ങളല്ല, രണ്ടുപേരും പാപഗ്രഹങ്ങളാണ്. എന്നാലും ഈ ആത്മാവ് വന്ന ഉദ്ദേശ്യം പൂർത്തിയാക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ചൊവ്വ കൊടുക്കുന്നതാണ്. ഇവിടെ രാഹു ആത്മകാരകനല്ലാതെ വൃശ്ചികത്തിലെ രാഹു ആണെങ്കിലും ഈ ഒരു ഓവർ തിങ്കിങ്ങും മറ്റു പലതരത്തിലും മാനസിക പ്രശ്നങ്ങൾ, നിഗൂഢശാസ്ത്രങ്ങളോടും മറ്റുമുള്ള താല്പര്യമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ചൊവ്വ ബലവാനാണെങ്കിൽ ഈ ചൊവ്വയുടെ ഒരു എനർജി, ധൈര്യം ഒരു പരിധിവരെ ജാതകനെ നയിക്കുന്നതായിരിക്കും. ജാതകത്തിൽ ആത്മകാരക ഗ്രഹം മറ്റേത് ഗ്രഹവുമായിക്കോട്ടെ. പക്ഷേ രാഹു വൃശ്ചികത്തിലിരിക്കുമ്പോൾ അതൊരു ഒബ്സ്റ്റക്കിൾ തന്നെയാണ്. വലിയൊരു പാതാളത്തിലൊരു രാക്ഷസൻ ഇരിക്കുന്നു. ഒരുപാട് ലസ്റ്റ്, ഡിസയർ, പലതരത്തിലായിരിക്കാം ഈ ഒരു ഗ്രഹം. അത് ഏത് ഭാവത്തിലിരിക്കുന്നു എന്നതിനനുസരിച്ച്, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ആ വൃശ്ചികത്തിൽ ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. പക്ഷെ ചൊവ്വയുടെ ഒരു കാര്യം എന്നത്, ചൊവ്വ 1-ാം ഭാവത്തിൻ്റെ അധിപനാണ്, അഷ്ടമഭാവത്തിൻ്റെ അധിപനാണ്. നീചസ്ഥനാകുന്നത് ജലതത്വരാശിയായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള ചന്ദ്രൻ്റെ രാശിയിൽ ആണ് ചൊവ്വ നീചസ്ഥനാകുന്നത്. അതുപോലെ ഉച്ചത്തിലാവുന്നത് കുറച്ച് ചെളി പോലെയുള്ള ഒരു സ്ഥലം, അങ്ങനെയാണ് മകരം രാശി. വളരെ പ്രാക്ടിക്കലായ രാശിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ചൊവ്വ ഉച്ചത്തിലായിരിക്കുന്നത്. ഉച്ചത്തിലാവുക എന്നത് ഒരവസ്ഥയാണ് ആ ഗ്രഹത്തിൻ്റേത്. ആ ഗ്രഹം അവിടെ കംഫർട്ടബിളാണ്. എന്തുകൊണ്ട്? അഗ്നിതത്വമായിട്ടുള്ള ചൊവ്വ, വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചൊവ്വ ശനിയുടെ രാശിയിൽ. ശനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളാണ് ശനി. രോഗത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ ഒരു കാരണക്കാരനായിട്ടും പറയുന്നുണ്ട്. അതേസമയം കർമ്മത്തിൻ്റെ കാരകഗ്രഹം കൂടിയാണ്. അവിടെ
ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രഹം എന്തുകൊണ്ട് അവിടെ സന്തോഷവാനായിരിക്കുന്നു? ആ ഒരു ഉച്ചത്തിലാവുക എന്ന് പറയുന്നത് ഗ്രഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ്. അതുപോലെ എല്ലാവരെയും കെയർ ചെയ്യുന്ന, എന്താ പറയുക, ആഹാരം കൊടുക്കുന്ന ജലതത്വമായിട്ടുള്ള ആ ഒരു കംഫേർട്ടിൻ്റെ, സുഖത്തിൻ്റെ ആ ഒരു രാശിയായ കർക്കിടകത്തിൽ നീചസ്ഥനായി പോകുന്നു ചൊവ്വ. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. അതായത് വളരെയധികം എനർജിയുള്ള ചൊവ്വ, വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് എപ്പോഴും ഓർഡർ കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. ഒരു പോലീസുകാരനായാലും ഒരു ആർമി കമാൻഡർ ആയാലും ഒരു എന്തെങ്കിലും ഓർഡർ കിട്ടിയാൽ അത് ചെയ്തിട്ട് വരാൻ കാത്തിരിക്കുന്ന ഒരാളെ പോലെയാണ് ഈ ചൊവ്വ. അങ്ങനെ ഒരാൾക്ക് ശനിയുടെ കർമ്മത്തിൻ്റെ രാശിയിൽ തന്നെയാണ് ഇഷ്ടം, വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. കർക്കിടകത്തിലാവുമ്പോൾ അത് വീടിൻ്റെ അറ്റ്മോസ്ഫിയറാണ്, ജലതത്വമാണ്, ഇമോഷണലാണ്. ഈ പറയുന്ന പ്രൊഫഷനുള്ള ആൾക്കാരെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചൊവ്വയുടെ ഒരു കാരകത്വവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളിൽ ഒരുപാട് വ്യംഗ്യാർത്ഥങ്ങൾ എന്ന് പറയാം ഒരു പരിധിവരെ. അതായത് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടാകും. നമ്മൾ ആ വായിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന അതേപോലെ ആയിരിക്കില്ല, അതിൽ കുറച്ച് കൂട്ടിയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കർക്കിടകത്തിലിരിക്കുമ്പോൾ ഒരു ആർമി കമാൻഡർ, വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള, എന്താ പറയുക, എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ എങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ കഴിയും? എങ്ങനെ ഈ ഒരു ഇമോഷണലായിട്ട് ഇരിക്കാൻ പറ്റും? എപ്പോഴും എന്താ പറയുക, ആഹാരത്തെ പറ്റി, വീട്, വാഹനം, പ്രോപ്പർട്ടി എന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു രാശിയായ കർക്കിടകത്തിൽ ചൊവ്വയ്ക്ക് എന്താണ് കാര്യം? പക്ഷെ ശനിയുടെ രാശിയാണെങ്കിൽ അവിടെ എപ്പോഴും ആക്ഷനുണ്ട്, അവിടെ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ചൊവ്വ അവിടെ കംഫർട്ടബിൾ ആവുന്നത്, എപ്പോഴും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ചൊവ്വ 10ാം ഭാവത്തിലിരിക്കുമ്പോഴും ചൊവ്വ മകരത്തിലിരിക്കുമ്പോഴും നല്ല പ്രൊഫഷൻ തരും. ആ പ്രൊഫഷൻ അവർ ചെയ്യുമ്പോഴും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവർ ഏത് സ്റ്റെപ്പും എടുക്കും. അതായത് ഇതെനിക്ക് തന്ന ടാസ്ക്കാണ്, ഇതെനിക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെയുള്ള ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്, അതായത് കണ്ണീര്, ദയ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനമില്ല ചൊവ്വയുടെ മുന്നിൽ. ചൊവ്വ ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെയാണ്. പട്ടാളക്കാരൻ അവിടെ ചിന്തിക്കില്ല, അവിടെ നിൽക്കുന്നത് ഇന്ന രാജ്യക്കാരൻ്റെ, ഇന്ന അമ്മയുടെ, ഇന്ന മകനായിരിക്കാം, ഇന്ന ഭാര്യയുടെ, ഇന്ന ഭർത്താവായിരിക്കാം. അങ്ങനെയുള്ള ഇമോഷണൽ തോട്ട്സ് ഇല്ല. ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ബാല്യകാലം എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്, ഇത്തരം ഇമോഷണൽ തോട്ട്സ് ഇല്ല അവിടെ. അവിടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ശത്രുവാണ്. എൻ്റെ ഡ്യൂട്ടി എന്നത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് ചൊവ്വയുടെ ഒരു യാത്ര എന്നത്. അതുകൊണ്ട് ഈ ചൊവ്വ ഇങ്ങനെ മകരത്തിൽ വളരെയധികം പ്രാക്ടിക്കലായിട്ടുള്ള മകരത്തിൽ, അതായത് ചൊവ്വ 9ാം ഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും ഈ പൂജാതി കർമ്മങ്ങളിലൊന്നും വലിയൊരു താല്പര്യം കാണിക്കില്ല. കാരണം അവർക്ക് ഇതിലല്ല കാര്യം പ്രവർത്തിച്ച് കാണിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിനൊക്കെ അതുപോലെ ഫോളോ ചെയ്യാനും ബുദ്ധിമുട്ട് കാണിച്ചു എന്ന് വരും. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. ഇതെങ്ങനെ എളുപ്പത്തിൽ നേടിയെടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാം, അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള രീതിയും ഇവർ അവലംബിച്ചു എന്ന് വരാം. അപ്പോൾ 10ാം ഭാവത്തിൽ ഇതുപോലെ മകരത്തിലൊക്കെ ചൊവ്വയിരിക്കുമ്പോൾ അതിനെപ്പോഴും എന്തെങ്കിലും ജോലി കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും മറ്റൊരു പദം എന്നത് എന്താ പറയുക, ചവിട്ടി അമർത്തി മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലായാലും ഒരു ബോസായിട്ടിരിക്കാനും മാനേജീരിയൽ പോസ്റ്റിലും ഒക്കെ ഇവർ ആ ടാസ്ക് അച്ചീവ് ചെയ്യുന്നതിന് വളരെ നല്ല ഒരു എന്താ പറയുക, നേതൃത്വം കൊടുക്കുന്നതാണ്. ഒരു സ്ഥാനമുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ ഇമോഷൻ ഇവരുടെ മുന്നിൽ വലിയ സ്ഥാനമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു സമൂഹത്തിന് വേണ്ടി കർമ്മം ചെയ്യാൻ, 10ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സമൂഹത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കർമ്മം, ഏത് പ്രൊഫഷനിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതായത് ഉത്ഥാനം ചെയ്യുക എന്നത്, ഒരുപാട് ആൾക്കാർ ഉത്ഥാനം ചെയ്യുക. അതായത് ഇവിടെ 2ാം ഭാവാധിപൻ 10ാം ഭാവത്തിലാണെങ്കിൽ, 2ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 10ാം ഭാവത്തിലിരിക്കുമ്പോൾ ഏത് രാശിയിലും ആയിക്കോട്ടെ, 2ാം ഭാവാധിപനായിട്ട് ചൊവ്വ വരുന്നത് ഒന്ന് മീനം ലഗ്നക്കാർക്കും ഒന്ന് തുലാം ലഗ്നക്കാർക്കുമാണ്. ഇത് 10ാം ഭാവത്തിലിരിക്കുമ്പോഴും ഈ കുലത്തെ, ഇവർ ജനിച്ച ആ ഒരു കുടുംബം എന്നതിനേക്കാൾ ആ കുലമാണ്, മുഴുവൻ കുലത്തെയും ഉദ്ധരിക്കാനായിട്ട് വന്ന ഒരു ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിൻ്റെ മുന്നിൽ കണ്ണീരും കാര്യങ്ങളൊന്നുമില്ല. അയ്യോ ഇന്ന രോഗാവസ്ഥയിലാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷണലായിട്ട്, അല്ലെങ്കിൽ സ്വന്തം തന്നെ ആരോഗ്യമാണെങ്കിലും എനിക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പം ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ വരുന്നത് വരട്ടെ, ഇതെനിക്ക് ചെയ്യേണ്ടതാണ്, അത് ഞാൻ ചെയ്തിരിക്കും, ആ ഒരു രീതിയിലാണ്. അങ്ങനെയാണ് അവരുടെ ആക്ഷൻ എടുത്തിട്ട്, അത് ഓരോരോ ജാതകത്തിലും ഓരോ തരത്തിലാണ്. അപ്പോൾ അവരെടുക്കുന്ന ആക്ഷൻ, മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം, ഈ ചൊവ്വയിരിക്കുന്ന നക്ഷത്രം
പിന്നെ ഭാവത്തിൽ ചൊവ്വ 10ാം ഭാവത്തിലാണെന്ന് പറഞ്ഞു. അതൊക്കെ നോക്കിയിട്ടും അന്തർദശകളൊക്കെ പരിഗണിച്ചിട്ടും എങ്ങനെയാണ് ഇവർ ആ കാര്യം അച്ചീവ് ചെയ്യുന്നത് എന്നത് നമുക്ക് ജാതകം മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ 10ാം ഭാവത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ട്രാപ്പിൽ വീണു പോകരുത്. നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു കർത്തവ്യം ചെയ്യാനാണ്. ഒരു രാഷ്ട്രത്തിന്, ഒരു ദേശത്തിന്, ഒരുപക്ഷെ ഒരുപാട് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്പനിക്കായിക്കോട്ടെ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. അത് പൂർത്തിയാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാല് പിടിച്ച് താഴെ ഇടാൻ ശ്രമിക്കും. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തിട്ട് അതിൽ വീണു പോകരുത്. വളരെ പ്രാക്ടിക്കലായിട്ട് ഇരിക്കുക. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും വിമർശകരുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അതിനായിട്ട് വന്നിരിക്കുന്നതാണ്. ഒരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ, ഒരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ പിടിച്ച് താഴെയിടാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. 10ാം ഭാവത്തിലെ ചൊവ്വ, ഇനി ചിങ്ങത്തിലെ ചൊവ്വയാണെങ്കിലും സൂര്യൻ്റെ രാശിയിലാണ് ഇരിക്കുന്നത്. സൂര്യൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ, ചിങ്ങത്തിൽ ചൊവ്വയിരിക്കുന്നു, സൂര്യൻ ഉച്ചത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കർമ്മമുണ്ട് ഇവിടെ ചെയ്യാൻ പബ്ലിക്കുമായിട്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം ഒരു സുഖമുള്ള ലൈഫ് ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അത് കാണാതെ മറ്റുള്ളവർ നിങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കും, നിങ്ങളെ പിടിച്ച് താഴെയിടാൻ നോക്കും, നിങ്ങൾക്ക് ഗിൽട്ട് കൊണ്ടുതരും. അതായത് നിങ്ങളിൽ കുറ്റബോധം വളർത്താൻ ശ്രമിക്കുക എന്നതും ഒരു വിഭാഗം ആൾക്കാർ ചെയ്തു എന്ന് വരാം. അതിനെയെല്ലാം തഴഞ്ഞ് മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് 7.5 ശനി സമയത്തൊക്കെ ഇത് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും. ശനി മഹാദശ, ചൊവ്വയുടെ മഹാദശ. കാരണം 10ാം ഭാവം എന്നത് ശനിയുടെ ഒരു ഒരു ആസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ, ചൊവ്വ ഇരിക്കുമ്പോഴും ആ ശനി ആക്ടിവേറ്റ് ആകും. കാരണം നിങ്ങൾക്ക് പല കർമ്മങ്ങളുണ്ട്. ഒരു സമയം നിങ്ങൾക്ക് കുടുംബത്തോടുമുണ്ട്, സമൂഹത്തോടുമുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കുടുംബത്തെ അധികം ശ്രദ്ധിക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് കുടുംബത്തെ മാത്രം കിട്ടുന്നതായിരിക്കാം. ഒരു പക്ഷേ എല്ലാം മറന്ന് ജോലി വരെ ഉപേക്ഷിച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു ജന്മവുമായിരിക്കാം. എന്തിനാണ് വന്നത് എന്നത് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ആത്മകാരക ഗ്രഹമാണ്. അതുകൊണ്ട് ആത്മകാരക ഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ മുന്നിൽ അത് എന്തിനു വന്നു എന്നത് ശരീരവും മനസ്സും അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ വഴിക്ക് പോകാൻ നമ്മൾ നിയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ഈ ഒരു കാര്യം പൂർത്തിയാക്കാനായിട്ട് വരുന്നതാണ്. കൂടാതെ ആഗ്രഹങ്ങൾ അങ്ങനെ കൂടുകയാണ്. അതായത് പല ആഗ്രഹങ്ങളുമായിട്ട് ജനിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രഹം എവിടെ ഇരിക്കുന്നു? കാരകാംശ ലഗ്നം. ആ ഒരു ഗ്രഹത്തിൻ്റെ അജണ്ട എന്താണ്? അതിൻ്റെ കാരകത്വങ്ങൾ, അത് ഏത് ഭാവത്തിൻ്റെ, ഏത് രാശിയിൽ, ഏത് നക്ഷത്രത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ബുധൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മിഥുനം ലഗ്നക്കാരാണെന്ന് വിചാരിക്കുക. അവരുടെ ഉദ്ദേശം എന്താണ്? അവർ വന്ന് ലഗ്നം വെച്ച് കർമ്മം പറയുകയാണെങ്കിൽ, കർമ്മം നമുക്ക് ആത്മകാരക ഗ്രഹം വെച്ച് മാത്രമല്ല, ചന്ദ്രനും ലഗ്നവും സൂര്യനും എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കർമ്മമുണ്ട്. ഓരോ ഗ്രഹവും ഇരിക്കുന്നിടത്തു നിന്നും 10ാം ഭാവം എന്നത് ആ ഗ്രഹത്തിൻ്റെ കർമ്മസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഒരു മിഥുനം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിരിക്കുന്നത് കണക്ഷൻസിനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺടാക്ട്സ് വേണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത്ര ദിവസം ഒരാളോട് മിണ്ടിയില്ല, ഇന്നതായിരുന്നു കാരണം എന്നത് അവർക്ക് വലിയ കാര്യമായിരിക്കാം. ഇതൊരു മകരം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു മീനം ലഗ്നക്കാരനെ സംബന്ധിച്ചിടത്തോളം ആത്മകാരക ഗ്രഹം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, വളരെയധികം ലക്ഷ്യബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ചൊവ്വ വളരെ നല്ലതായിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂവേ അല്ല. കാരണം അവർ ഫോക്കസ്ഡ് ആണ്. മിഥുനം ലഗ്നക്കാർ അവർ വേണം. മിഥുനം ലഗ്നക്കാരെ പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, അതുപോലെ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്, ഇന്നത്തെ മീഡിയ, പത്രപ്രവർത്തകർ, പല കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്യുന്നത് അവരാണ്. അവരുടെ ഡ്യൂട്ടി അതാണ്. അവരുടെ ഒരു ഡ്യൂട്ടി അതാണെങ്കിൽ, കുംഭം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ആത്മകാരക ഗ്രഹം കുംഭത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോക്കസ് എന്നത് വേറെ തന്നെയാണ്. ശനിയുടെ രാശിയാണ് കുംഭം. ആ വളരെ ഡ്രൈ ആയിട്ടുള്ള ശനിയുടെ രാശിയിൽ ഒരു ആത്മകാരക ഗ്രഹം ഇരിക്കുമ്പോൾ അതിന് അജണ്ടയുണ്ട്. ഞാൻ ഇന്നതിനാണ് വന്നിരിക്കുന്നത്. കർമ്മപ്രധാനമായിട്ടുള്ള ഗ്രഹമാണ് ശനി. അവിടെ ആത്മകാരക ഗ്രഹം വന്നിരിക്കുമ്പോൾ, മീനത്തിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ ആത്മകാരക ഗ്രഹം വന്നിരിക്കുമ്പോൾ, വ്യാഴം എന്ന ഗ്രഹം ആത്മകാരക ഗ്രഹമാണെങ്കിൽ അതിനൊക്കെ പ്രത്യേക അജണ്ടയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ചൊവ്വ നല്ലതാണെങ്കിൽ എല്ലാവരെയും അകറ്റി മാറ്റിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും നിങ്ങളുടെ ലക്ഷ്യത്തിനെത്താനായിട്ട്. സാധാരണ രീതിയിൽ നോക്കിയാൽ തന്നെ ജ്യോതിഷം അല്ലാതെയും നമുക്ക് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ പല ആൾക്കാരെയും ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ കർമ്മം എന്നത്, അവരുടെ ഫോക്കസ് എന്നതും ഒരു ഭാഗത്താണ്. അപ്പോൾ അവരോട് പോയിട്ട് നമ്മുടെ സാധാരണക്കാർ
ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറ്റുള്ളവരെ രസിപ്പിക്കാനായിട്ട് വന്ന എൻ്റർടൈൻ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നത് അങ്ങനെയുള്ള കാര്യം ചെയ്യാനാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ കഴിയില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്. അവർ വന്നത് അതിനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു വ്യാഴമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹം, നിങ്ങളുടെ ലഗ്നാധിപന് ബലമില്ലെങ്കിലും, നിങ്ങളുടെ ചന്ദ്രന് ബലമില്ലെങ്കിലും, നിങ്ങളുടെ ചൊവ്വ വളരെ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതിനെന്നെ ആര് എന്ത് പറഞ്ഞാലും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തം, ഫിനാൻഷ്യൽ ആയാലും അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നതായാലും ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതെ നിങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. പലതരം പൂജാപ്രാർത്ഥനകളായാലും പലതരം ദാനധർമ്മങ്ങളായാലും. പക്ഷെ ഒരു നിമിഷം നിങ്ങളുടെ ഫോക്കസ് എന്നത്, ഒരു നിമിഷം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഗിൽട്ട് ഫീൽ ചെയ്യിക്കാൻ, നിങ്ങൾക്ക് കുറ്റബോധം കൊണ്ടുതരാൻ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ വീണു പോവുകയാണെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ചൊവ്വ ബലഹീനനാണ്. അപ്പോൾ ആ ചൊവ്വയെ ബലപ്പെടുത്തേണ്ടതുണ്ട്. വന്നത് എന്തിനാണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആത്മകാരക ഗ്രഹത്തിൻ്റെ എവിടെ ഇരുന്നാലും, അതായത് ഒരുപക്ഷെ ആത്മകാരക ഗ്രഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കാം ചൊവ്വ ഇരിക്കുന്നത്. ഒരുപക്ഷെ 6-8 ഭാവങ്ങളിലായിരിക്കാം ആത്മകാരക ഗ്രഹത്തിൽ നിന്ന് ചൊവ്വ ഇരിക്കുന്നത്. എന്നാലും അതിരിക്കുന്നത് ലഗ്നത്തിൽ നിന്ന് നല്ല ഭാവത്തിലാണെങ്കിൽ, അതുപോലെ നല്ല രാശികളിൽ, ചൊവ്വ പ്രോമിനൻ്റ് ആയിട്ടുള്ള രാശികളിലാണ്. അതായത് ചൊവ്വ ഉച്ചത്തിലാവുകയാണെങ്കിൽ, ചിങ്ങത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ചൊവ്വയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകും. ഇതിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ ഈ ഒരു ഗ്രഹത്തെ പറ്റി മാത്രം പറഞ്ഞതാണ്. ഇവിടെ വ്യാഴം, എപ്പോഴും വ്യാഴത്തിനൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജാതകത്തിൽ. അതുപോലെ ആത്മകാരക ഗ്രഹത്തിനൊരു സപ്പോർട്ടായിട്ട് ചൊവ്വ വരുന്നത്, ആ ചൊവ്വയാണ് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രഹം എന്നത്. നമ്മൾ ഈ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഒന്ന് നല്ല ചൊവ്വയുണ്ടായിരിക്കണം, ഒന്ന് നല്ല ലഗ്നാധിപനുണ്ടായിരിക്കണം. ദേശകാല പാത്രം എന്ന് പറയുമ്പോൾ ഓരോ ദേശത്തേക്കും നമ്മൾ സഞ്ചരിക്കാനും ഒരു പെർട്ടിക്കുലർ ദേശത്ത് നമ്മൾ ജനിക്കാനും മറ്റൊരു ദേശത്ത് നമ്മൾ ജീവിക്കാനുമുള്ള ഒരു കാരണം എന്നതും നമ്മളുടെ ആ ഒരു ലഗ്നത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ആ ശരീരഭാവം, ആ തനുഭാവം തന്നെയാണ്. മനസ്സുകൊണ്ട് നമ്മൾ പലയിടത്തും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിന് എന്താണ് ഇഷ്ടം? ആത്മാവ് ഓരോ ദേശത്ത് പോയി ഓരോ കർമ്മങ്ങൾ പൂർത്തിയാക്കാനായിരിക്കാം വന്നത്. ഒരുപാട് ആൾക്കാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് കർമ്മങ്ങൾ ഉണ്ടായിരിക്കാം. ഒരുപാട് ആൾക്കാരും, ഒരുപക്ഷെ കുറച്ചു കാലം ഭാരതത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ദുബായിലുള്ള ചില ആൾക്കാരുമായിട്ട് ചില കർമ്മബന്ധങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ജോലി എന്ന പേരിൽ അവിടെ എത്തിച്ചേരുന്നത്. ആയിരിക്കാം എന്നല്ല, അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മുടെ ജാതകം അത് പ്രോമിസ് ചെയ്യുന്നില്ലെങ്കിൽ, ഞാനെപ്പോൾ വിദേശത്ത് പോകും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് അവിടെ കർമ്മം ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തില്ല. നിങ്ങളിനി ഏത് കുഗ്രാമത്തിൽ ജനിച്ചൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് മറ്റു പല ആൾക്കാരോടും കർമ്മബന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പലയിടത്തും എത്തിച്ചേരുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന കർമ്മബന്ധങ്ങൾ, പഴയകാല ജന്മങ്ങളിലെ കർമ്മബന്ധങ്ങൾ, അതുപോലെ ബാക്കിയുള്ള കർമ്മങ്ങൾ, ആത്മാവിൻ്റെ ചില ആഗ്രഹ പൂർത്തീകരണം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചില സ്ഥലത്ത് ജനിക്കുന്നതും ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതും. അത് പ്രധാനമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. ആത്മാവിന് കുടുംബ ബന്ധങ്ങളില്ല, ആ ശരീരത്തിനാണുള്ളത്. ആ ശരീരത്തിന് ഉള്ള ബന്ധങ്ങളുടെ കർത്തവ്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ആത്മാവിൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്, എപ്പോഴും നമ്മൾ ഭക്തിമാർഗം സ്വീകരിക്കുമ്പോൾ, അതുകൂടാതെ ആരാധനകളും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ഇഷ്ടദൈവത്തിലായിരിക്കും. അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് ശരിക്കും നല്ലൊരു റുട്ടീനായിരിക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും, അത് മിനിമമാണ്. 5 മണിക്കൂറൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് മറ്റ് സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എത്രമാത്രം സമയം ചെലവഴിക്കാൻ കഴിയുമോ ആധ്യാത്മിക കാര്യങ്ങളുമായിട്ട്, അതുപോലെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസാന സമയത്ത് മറ്റുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങളെ അകറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു യാത്ര പ്രോമിസ് ചെയ്യുന്നതാണ്. കാരണം വീണ്ടും വീണ്ടും ഈ ഒരു കുടുംബ ബന്ധങ്ങളിൽ പെട്ട് അലഞ്ഞ് തിരിയാനായിട്ട് നമ്മൾ ജനിക്കരുത്. അതായിരിക്കണം നമ്മുടെ ഫോക്കസ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഡീപ്പായിട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾ മോക്ഷത്തെപ്പറ്റി ചിന്തിക്കുന്നത്, നമ്മുടെ ഇഷ്ടദൈവത്തോട് അതിനെപ്പറ്റി പറയുന്നത്, ഇഷ്ടദൈവത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാം, ചൊവ്വയുടെ കാര്യമാണെങ്കിലും അവിടെ ഒരു രൗദ്രതയുണ്ട്, വൃശ്ചികത്തിലാണെങ്കിലും ഒരു ഗുപ്തമായിട്ടുള്ള രഹസ്യമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ശരിക്കും കുറച്ചൊക്കെ താന്ത്രിക് നോളജ് നേടുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ അങ്ങനെ ഒരു
മാർഗത്തിലൂടെ, ഒരു ശക്തയ മാർഗത്തിലൂടെ നീങ്ങുന്നതും പല കാര്യങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അത് വേറൊരു ടോപ്പിക്കാണ്, പക്ഷേ അത് വളരെ ആവശ്യമാണ്. അതിന് പ്രത്യേകിച്ച് പഠിക്കുന്നതിന് പ്രായം, ജാതി, മതം അങ്ങനത്തെ കാര്യങ്ങളില്ല. പിന്നെ എന്ന് വെച്ചാൽ വിശ്വാസം വേണം. മറ്റുള്ളവർ ഇത് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ക്രിയകൾ എന്നത് സനാതനധർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങൾ വേണം. അതും നമുക്ക് പിടിച്ചു നിൽക്കാൻ, പല കാര്യങ്ങളിലും പിടിച്ചു നിൽക്കാനും, അതുപോലെ നിങ്ങൾ ഏത് രോഗാവസ്ഥയിലുള്ള ആളാണെങ്കിലും, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള ആളാണെങ്കിലും നമുക്കത് ഒരു വലിയൊരു സഹായം തന്നെയാണ്. എന്താ പറയുക, ഈ ഒരു താന്ത്രിക് മാർഗം എന്നത് അത് നെഗറ്റീവല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള തന്നെയാണ്. നെഗറ്റീവായിട്ട് ആൾക്കാർ അതിനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതും പറഞ്ഞു തരാം. അപ്പോൾ അതും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വീഡിയോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്ര വരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ഒരു ഉള്ള്, ആ ഒരു ആത്മാവെന്ന് പറയാം, അതിൻ്റെ ആഗ്രഹങ്ങൾ നടക്കാൻ എപ്പോഴും തടസ്സമുണ്ടോ? ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രണയമോ, ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു ചേരുന്നതോ, അങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യമോ ഒന്നുമല്ല. ഇത് ശരിക്കും കർമ്മം പൂർത്തിയാക്കുക എന്നത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്നത്, ചൊവ്വ നല്ല രീതിയിലുണ്ടാകുമ്പോൾ അസൂയ എന്നൊരു കാര്യവും ആ ഒരു ജാതകന് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ആക്ച്വലി നമ്മൾ നമ്മുടെ ആത്മകാരക ഗ്രഹത്തെ കൂടുതൽ അറിഞ്ഞ് എന്തിനാണ് ഞാൻ വന്നത്, ഈ ആത്മാവ്, ഞാൻ എന്ന് പറയുമ്പോൾ ഈ ആത്മാവ് എന്തിനാണ് വന്നത്, ഈ ശരീരം എന്തിനാണ് ഈ ആത്മാവ് ഉപയോഗിക്കുന്നത്, എന്ത് കർമ്മങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ഒരു അരിഷഡ്വർഗ വിസർജനം എന്നൊരു കാര്യം, അതായത് എന്നിലുള്ള ആ ഒരു 6 ശത്രുക്കൾ, കാമക്രോധ മദമോഹ മത്സര്യ ലോഭാദികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്ക് പതുക്കെ പതുക്കെ മാത്രമേ പ്രോഗ്രസ് ഉള്ളൂ. ഒരുപക്ഷെ ആത്മാവിൻ്റെ ആ ഒരു ഉദ്ദേശം എന്നത് ഒരു ജന്മത്തിൽ നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ എത്ര നമ്മൾ കോൺഷ്യസ് ആവുന്നുവോ ഞാൻ എന്തിനു വന്നു എന്നതിനെപ്പറ്റി, അത് നമ്മുടെ ഇഷ്ടദൈവവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. അതിനായിട്ട് നമ്മൾ സാധനങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് മാറും. കുറേ ആൾക്കാർ പോകും, എന്നാലും കുറച്ച് ആൾക്കാരുണ്ടാകും. അപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇവരൊക്കെ ഇനിയും എൻ്റെ ചുറ്റും എന്തിനാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ നമ്മുടെ സാധന പ്രോഗ്രസ് ആകുമ്പോൾ അവർ പോകും. ഒരുപക്ഷെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അവർ ഒരുപക്ഷെ നിങ്ങളുടെ അടുപ്പക്കാരായിരിക്കാം, പക്ഷേ അവർ നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന് ആവശ്യമുള്ളവരായിരിക്കില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. പക്ഷേ ആത്മാവ് ഒറ്റയ്ക്കാണ് വന്നത്, അതിൻ്റെ യാത്ര ഒറ്റയ്ക്ക് തന്നെയാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ ശത്രുവായിരിക്കാം ഇപ്പോഴത്തെ കുഞ്ഞായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ മറ്റൊരു മെമ്പർ ആയിരുന്നിരിക്കാം, വീണ്ടും ആ വീട്ടിൽ തന്നെ പുനർജനിച്ചതാണ്. അപ്പോൾ അവസാന നിമിഷം വരുന്ന ചിന്തകൾ എന്നത് മുഖ്യമാണ്. അത് ഭഗവാനും പറയുന്നുണ്ട്, പല ഭാഗങ്ങളിലായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും പറയുന്നുണ്ട്, എന്താണോ ആ വിചാരിക്കുന്നത് അവസാന നിമിഷം എന്നത് അതുപോലെ ആയിത്തീരും എന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടദൈവമായിരിക്കണം നിങ്ങളുടെ ആ ഒരു എപ്പോഴും ഫോക്കസ്, പ്രയോറിറ്റി. അല്ലാതെ ചില ആൾക്കാരുടെ ഭക്തി പോലെ കരച്ചിൽ വരുമ്പോൾ ഭഗവാനെ വിളിക്കുക. നോർമൽ ലെവലിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ ആത്മാവിന് വലിയ പുരോഗതി വന്നിട്ടില്ല, ഇപ്പോഴും ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുണ്ടത്രേ. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പശുയോനി പോലെ തന്നെയാണ്. ആഹാരം കഴിക്കുക, മറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്സ്, ആഹാരം, കുറച്ച് ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് ആത്മാവിൻ്റെ പുരോഗതിയെപ്പറ്റിയൊന്നും മോക്ഷത്തെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. അവർ കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അതിലാണ് എന്താണ് മൃഗയോനിയിലുള്ളവർ, എന്താണ് മൃഗയോനി എന്നത് അത് തന്നെയാണ്, ബേസിക് നീഡ്സ് ആണ്. പിന്നെ അത് കിടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. അതുപോലെയാണ് കുറേ ആൾക്കാർ. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ കർമ്മം എന്നത് ആ ചുറ്റുവട്ടം മാത്രമായിരിക്കും. കുഞ്ഞിനെ വളർത്തുക, അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് ഇരിക്കുക, ആ ഒരു സർക്കിളായിരിക്കാം. അതല്ലാതെ നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത് എന്ന ഒരു കാര്യം ഓർക്കേണ്ടതും, മറ്റെല്ലാം പ്രശംസിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളെ നിന്ദിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആത്മാവിനെ അവർ സഹായിക്കുക തന്നെയാണ്. അവർ വിട്ടുമാറുമ്പോഴും ഈ ആത്മാവ് വീണ്ടും ഫോക്കസ്ഡ് ആവുന്നു. അതിന് നല്ലൊരു ചൊവ്വ വേണം. നമുക്ക് ഫോക്കസ് തരുന്നത്, ധൈര്യം തരുന്നത്, നമുക്ക് നന്നായി നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ചൊവ്വയാണ്. ഒരു തരത്തിൽ ചൊവ്വ കൂടിയാണ്. ലഗ്നാധിപൻ തീർച്ചയായിട്ടും ഉണ്ട്. ഡിവൈൻ ഗൈഡൻസ്, പ്രൊട്ടക്ഷനൊക്കെ വേണമെങ്കിൽ വ്യാഴം 12ാം ഭാവാധിപനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. 12ാം ഭാവം എന്നത് നമുക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ പല കാര്യങ്ങളും, ആ ഒരു ദൈവികമായിട്ടുള്ള അനുഭവം പരാശക്തികളിൽ നിന്നും പിതൃക്കളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മകാരക ഗ്രഹം എന്നത് വെൽ പ്ലേസ്ഡ് ആണ് ജാതകത്തിലെങ്കിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും.
അതിന് ചൊവ്വയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, ചൊവ്വ നല്ല രാശികളിലിരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് ലഗ്നത്തിൽ നിന്ന് നല്ല ഭാവത്തിലിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓരോ ജാതകങ്ങളിലും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. കാരണം ഓരോ വ്യക്തിയുടെ പ്രാരാബ്ധവും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തി വന്നതും വ്യത്യസ്ത കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 9 മാസം ചുമന്ന കാര്യമോ അല്ലെങ്കിൽ 25 വർഷം ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു എന്നൊരു കാര്യമോ, ആത്മാവ് വന്നത് അതിനായിരിക്കില്ല. ആത്മാവ് വന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും. അതുവരെയുള്ള നിങ്ങളോടുള്ള കർത്തവ്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമോഷണൽ ആയിട്ട് വളരെയധികം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് ചൊവ്വ നല്ലതല്ലായിരിക്കുമ്പോഴാണ്. കർത്തവ്യങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളുടെ ആത്മകാരക ഗ്രഹം വെൽ പ്ലേസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്നത് മോക്ഷം മാത്രമായിരിക്കും. അതിൻ്റെ ലക്ഷ്യം എന്നത് ആത്മാവിൻ്റെ ആഗ്രഹപൂർത്തി എന്നതും, അതല്ലെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിലിരിക്കുകയാണെങ്കിൽ മോക്ഷത്തെ ആയിരിക്കും അത് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. ഒരു പരിധിവരെ കർത്തവ്യങ്ങൾ ചെയ്യും. പക്ഷെ ആ കർത്തവ്യം ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുമായിട്ട് നിങ്ങളുടെ കർത്തവ്യത്തിന് അവർ വില കൽപ്പിക്കുന്നില്ല എന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉടൻ അത് ഫോക്കസ്ഡ് ആയിത്തീരും. കാരണം ചൊവ്വ അങ്ങനെയാണ്. ചൊവ്വയുടെ കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നിങ്ങൾക്കൊരു ടാസ്ക് തന്നു, അത് അക്കംപ്ലീഷ് ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ, ചൊവ്വ അതായത് ഒരു ആർമി കമാൻഡർ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ അവിടെ ആർക്കും നിങ്ങളോട് യുദ്ധം ചെയ്യണ്ട എന്നൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്നറിയുമ്പോൾ നിങ്ങളുടെ യാത്ര തുടരുന്നതാണ്. അതുപോലെ ആയിരിക്കും. നല്ല രീതിയിൽ ആത്മകാരക ഗ്രഹം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സഹായം ആർക്കും ആവശ്യമില്ല എങ്കിൽ, നിരന്തരം നിന്ദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജേർണി തുടരുന്നതാണ്. ഇത് ചില ഉദാഹരണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കൺസൾട്ടേഷന് വരാറുണ്ട്. സോൾ പർപ്പസിന് എന്തിനാണ് ഞാൻ വന്നത് എന്നത്. അതിന് പുറമേയുള്ള പരിഹാരങ്ങളുമുണ്ട്, അതല്ലാതെയുമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകൂടി ശാക്തേയ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇന്ന് ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഭഗവാനെ സ്മരിക്കാനും ഭഗവത് പ്രാപ്തിക്കും വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വൈഷ്ണവിസം, വിഷ്ണുവിനെ, അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കാവുന്നതാണ്. ആരാധനയിൽ ഒരാളുടെയും ഭക്തിയിലോ ആരാധനയിലോ ഒരു തടസ്സവും ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷെ കലിയുഗത്തിൽ ഒരേ സമയം നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയും ആഗ്രഹിക്കുകയും അതുപോലെ മോക്ഷത്തിനായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലിരുന്നിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗം എന്നത് ശാക്തേയമാണ്, ദേവി ആരാധനയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ പോസിബിൾ ആവും എന്നതിനെപ്പറ്റി അറിയണമെങ്കിൽ നോക്കട്ടെ ഞാൻ എത്ര കമൻസ് വരുന്നു എന്നത്. കാരണം എത്രമാത്രം ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ അറിയാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും അവരവരുടെ ഇഷ്ടദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടുള്ള യാത്ര തുടരുക. ചൊവ്വയെ എപ്പോഴും ബലപ്പെടുത്തിയിരിക്കണം. അതിന് നമുക്ക് ആത്മവിശ്വാസം തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ. എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ട് ശരിക്കും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഗ്രഹം ആണ് ചൊവ്വ. അഗ്രസീവ് ആണെങ്കിലും പാഷനേറ്റ് കൂടിയാണ്. അതായത് മൃത്യു എന്ന അഷ്ടമഭാവത്തെ പറ്റി പറയുമ്പോഴും വീണ്ടും ജനിക്കണമെങ്കിൽ പോലും ആ ചൊവ്വയുടെ ആ കേതുവിൻ്റെയും ആവശ്യമുണ്ട്. അതായത് മേടത്തിൽ തുടക്കമാണെങ്കിലും ഒടുക്കമാണെങ്കിലും അവിടെ ചൊവ്വയുടെ ഒരു ആവശ്യമുണ്ട്. അത് തന്നെ നോക്കാം. അശ്വതിയാണ് തുടങ്ങുന്നത്, മേടത്തിലെ കേതുവിൻ്റെ നക്ഷത്രമാണ്. ഇവിടെ അഷ്ടമഭാവത്തിൻ്റെ കോറൂളറും കേതു തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഈ ചൊവ്വയുടെയും കേതുവിൻ്റെയും ഒരു റോള് ജനന മരണങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ 9ാം ഭാവാധിപൻ നല്ല അവസ്ഥയിലാണെങ്കിൽ, നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഇതിൻ്റെ ഞാൻ പറയുന്ന തലത്തിലുള്ള അർത്ഥം മനസ്സിലാകുന്നത്. എത്രമാത്രം കൃപയുണ്ടോ നിങ്ങൾക്ക്, അത് വച്ചിട്ട് ഇതിലും അപ്പുറത്ത് നിങ്ങൾക്ക് ഗണിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതുമായിരിക്കും. അത് നിങ്ങളുടെ പുണ്യമാണ്. എൻ്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി, ഞാൻ നിർത്തിയില്ല. എന്തായാലും കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇരുട്ടാണ്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അറിവ് അർഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഇത്തരം അറിവുകളെ ആൾക്കാർ കളിയാക്കുമ്പോഴും അത് നമ്മളെയും കൂടി ബാധിക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കൂ എന്നൊന്നും ഞാൻ പറയാറില്ല. കാരണം നമ്മളെ എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്നവർക്ക്, പിന്നെ ഇൻസൾട്ട് ചെയ്യുന്നവർ അറിവിനെ ഒരുപക്ഷെ അവർക്ക് അറിവില്ലായ്മ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഇൻസൾട്ട് ചെയ്യുന്നത്. അവരുടെ ഈ പറയുന്ന പോലെ ആ ഒരു മൃഗത്തിൻ്റെ ആവശ്യങ്ങളായിരിക്കാം. ഉറങ്ങുക, ആഹാരം കഴിക്കുക, സെക്സ് ചെയ്യുക, ആ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം.
അതിനുവേണ്ടി അധ്വാനിക്കുക. ആ ഒരു രീതിയിൽ സ്പിരിച്വൽ പ്രോഗ്രസ് ഇല്ലാതെയുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബുധൻ്റെ അവസ്ഥയൊക്കെ മോശമാകുമ്പോഴാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. ബുധൻ്റെ നക്ഷത്രക്കാരോടും എപ്പോഴും പറയാറുണ്ട്, ബുധൻ്റെ രാശികൾ, ബുധൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരോടും ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നിങ്ങൾ തമാശകൾ പറയുമ്പോൾ നിങ്ങൾ ആധ്യാത്മിക ചിന്തയുള്ള വ്യക്തികളാണെങ്കിൽ ആ ഒരു സ്വഭാവം ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അത് പലതരത്തിലും പല ഭാഗത്തും ബാധിക്കുന്നുണ്ട്. അതിൻ്റെ കർമ്മഫലം ഏത് ഭാഗത്ത് എങ്ങനെ വരുന്നതെന്ന് നിങ്ങളറിയില്ല, പക്ഷെ ജാതകം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് അത് ഈ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് വെറുതെ നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും വായിൽ നിന്ന് വീഴുന്നതൊക്കെ ഏറ്റെടുത്ത് അതിനെ തമാശയാക്കി കളിയാക്കി ചിരിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കളിയാക്കി ചിരിച്ച് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ അടുത്ത ജന്മത്തിൽ സേവിക്കേണ്ടി വരും. ആരെയാണോ ഇപ്പം തമാശ ആയിരിക്കാം, പക്ഷെ ഇതെല്ലാം കർമ്മമാണ്, അത് സേവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ഇത്തരം അറിവുകൾ നിഗൂഢശാസ്ത്രമാണ്, പ്രത്യേകിച്ച് ഇത് എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് വരുന്നില്ല. ഞാൻ എപ്പോഴും പറയും ഇതൊക്കെ ഭഗവതിയിൽ നിന്ന് വരുന്നതാണ്, തീർച്ചയായിട്ടും ഭഗവതിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ മറ്റുള്ളവർ കളിയാക്കുന്ന തരത്തിലുള്ള ഇടത്തേക്ക് ഷെയർ ചെയ്യരുത്. എന്നോട് പറഞ്ഞു കുറേ ആൾക്കാർ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പോലും ഇത് കാണേണ്ടാത്തവരെ ആ ഒരു സ്റ്റാറ്റസിലെ പ്രൈവസി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക. കാരണം ഇതങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നോളജ് ഷെയർ ചെയ്യുക എന്നൊരു കടമ, ഒരു കർമ്മം എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യുന്നു. അത് എത്ര ആൾ കാണുന്നു കാണുന്നില്ല എന്നത് എൻ്റെ കർമ്മമല്ല. അത് എന്താ പറയുക, അത് നിയോഗിക്കപ്പെട്ടവർ, അതിന് ഭാഗ്യമുള്ളവർ കാണാം. കാരണം ഞാൻ പറഞ്ഞു ഇത് പുസ്തകത്തിൽ നിന്ന് വരുന്നതല്ല, ഇത് ഭഗവതിയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. എനിക്കത് ഉറക്കത്തിലെ ആയാലും ധ്യാനത്തിലായാലും ചില സംഭവങ്ങളിലൂടെയും ഒക്കെ ഭഗവതി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്നത് ഭഗവതി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആഗ്രഹപൂർത്തീകരണം, ഭഗവതിയെ സ്മരിച്ചാൽ ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് കാമാഖ്യയെ പറ്റി ഞാൻ ധ്യാനത്തിൽ അറിയുമ്പോഴും അമ്മ ആഗ്രഹപൂർത്തീകരണത്തിന് ദേവിയാണെന്ന് ജൂണിലാണ് എനിക്ക് അറിയാൻ പറ്റിയത്. എൻ്റെ കഴിഞ്ഞു പോയ ജന്മത്തിലെ കർമ്മവും ആ ദേവിയുമായിട്ടുള്ള ആരാധന മുറിഞ്ഞു പോയതും അതൊക്കെ അറിയാൻ പറ്റിയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ദേവി വിളിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. 1 മണിക്കൂറിലധികം ഗർഭഗൃഹത്തിലിരിക്കാൻ പറ്റി എന്നെപ്പോലൊരാൾക്ക്. എനിക്കത് ഞാൻ വിചാരിച്ചേ ഇല്ല. ആദ്യമായിട്ട് പോകുമ്പോൾ ഇത്രയൊക്കെ സമയം അവിടെ ഇരിക്കാം. ഉന്തി പുറത്തേക്ക് തള്ളും. എന്തോ ഒരു എന്താ പറയുക, മഹാമായയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗഭാഗ്യവും കിട്ടി. അപ്പോൾ ഞാൻ അവിടെ വെച്ചും നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥിച്ചിരുന്നു. അതായത് അറിവ് നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. എൻ്റെ ഉദ്ദേശം അതാണ്. അതായത് എന്നോട് സങ്കടം പറഞ്ഞിട്ടാണ് ആൾക്കാർ ഒരുപാട് വരാറ്, ഒരുപാട് ആൾക്കാർ. അപ്പോൾ ആരൊക്കെ എൻ്റെ അടുത്ത് വരുന്നു, അവരുടെ ആഗ്രഹപൂർത്തി, അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു ആത്മാവിൻ്റെ പുരോഗതിക്ക് അത് സഹായിക്കുന്നതാണെങ്കിൽ അവരുടെ ആഗ്രഹപൂർത്തി നടത്തി കൊടുക്കണം എന്നെ വിശ്വസിച്ച് വരുന്നവർക്ക്. ആ വിദ്യ പറഞ്ഞു തരുന്നത് അമ്മയായതുകൊണ്ടാണ് അമ്മയുടെ മുന്നിൽ വെച്ച് ആ ഗർഭഗൃഹത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ പല പൂജകൾ കഴിപ്പിച്ചു അവിടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയും മനസ്സിലേക്ക് വന്നത്, ആ മനസ്സിലേക്ക് ചിന്തകൾ വരുത്തുന്നതും ഭഗവതി തന്നെയാണ്. എപ്പോഴും കാളീക്ഷേത്രത്തിൽ പോയി പറയുന്നതും പ്രാർത്ഥനയും അതാണ്. മറ്റൊന്നും ആവശ്യപ്പെടാറില്ല. എൻ്റെ ബുദ്ധിയിലും മനസ്സിലും ചിത്തത്തിലും അന്ധകരണത്തിലും ശരീരത്തിലും വാണിയിലും എല്ലാം ഭഗവതി ആയിരിക്കണേന്ന്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ബാക്ക് പെയിനും കൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്ത സമയത്താണ് ഡോക്ടറോട് പെർമിഷൻ ചോദിച്ചിട്ട്, കാരണം ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നതാണ്, അപ്പോൾ അവിടെ പോകാനൊക്കെ പറ്റിയത്. അത് വലിയൊരു എനർജി സെൻറ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശാക്തേയരെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഉണ്ടാക്കാം. അതിനെപ്പറ്റിയും പറയാം. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത്, ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ, ഗുരു എങ്ങനെ ലഭിക്കും, വീട്ടിലിരുന്ന് ചെയ്യാം, കുറേ സംശയങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. അപ്പോൾ ഈ ഒരു ഭാഗമെങ്കിലും നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം എല്ലാവരുടെ ലൈഫിലും ഐശ്വര്യം വരേണ്ടതാണ്, എല്ലാവരുടെ ലൈഫിലും ആരോഗ്യം അവർക്കുണ്ടാവേണ്ടതാണ്, ആഗ്രഹപൂർത്തി നടക്കേണ്ടതാണ്. ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളല്ല, ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം, ഇന്ന ജോലിയെ ഞാൻ ചെയ്യൂ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ജനറലി ചില ആഗ്രഹങ്ങളുണ്ടാകും, ഒരു സമൂഹത്തിന് നന്മ വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഉത്ഥാനം കൂടി ഉണ്ടാകണം. അതിൽ സെൽഫിഷ് ആകരുത്, വളരെയധികം എൻ്റെ മാത്രം എന്ന് വിചാരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം അതിനുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിൽ ഒരുപാട് നന്ദി. ഈ അവസാന ഭാഗം എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓം നമഃ ശിവായ.